ലാസ്റ്റ് ഗ്രേഡ് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് 019/2023. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കു നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇവിടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ സി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി മൗലിക അവകാശം. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകുവാൻ ഇടയാക്കിയ സംഭവം ഏത്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് എന്ത്? അയ്യപ്പൻ. പഴശ്ശിക്കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാർബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇപ്പോൾ ജസ്റ്റിസ് സൈമൺസൺ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഓപ്ഷൻ സി തൃശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ ഡി പി വി മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഓപ്ഷൻ ഡി കെ എം പണിക്കർ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. ഹിമാലയൻ പർവതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹിമാലയൻ പർവതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ആണ്. ഓപ്ഷൻ മൂന്നാമത്തും ശരിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. എല്ലാ ആൻസറും ശരിയാണ്. അടുത്തത് ഇന്ത്യയുടെ തീരദേശ പ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് തെറ്റ്. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കൊറോമണ്ടൽ തീരസമതലം.
ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അത് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതിയുടെ തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലിയുടെ തീരത്താണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ശരി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പമ്പ. പിന്നെ ഏറ്റവും നീളമുള്ള നദികളിൽ 2ാമത്തെ സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ാമത്തെയാണ് തെറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന് പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യ വൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അപ്പോൾ എല്ലാ ആൻസറും ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആ ആൻസർ മാത്രമാണ് തെറ്റ്. കേരളത്തെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്കു വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് ആണെന്നുള്ളതാണ് തെറ്റ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുമായി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് എസ്. ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ്റെ ദക്ഷിണാധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. പിന്നെ ചന്ദ്രയാൻ 3 ലാൻഡിങ്ങിൻ്റെ പേര് വിക്രം എന്നാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഓപ്ഷൻ ബി മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ബി ഇന്ദിര കമ്പോജ്. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ സ്ഥിരം അംഗം ആരാന്ന് വെച്ചാൽ പാർവത നോനി ഹരീഷ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം അംഗം.
ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി ലോക്പാൽ. 50-ാമത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈചന്ദ്രചൂഡ്. സാമ്പത്തിക പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തിസ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലേസർ-ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഓപ്ഷൻ സി ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ. 2025 ലഭിച്ചത് ജോയൽ മോക്കെറിനാണ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫറസ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഓപ്ഷൻ ബി കീലസന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യശരീരഭാഗം? ഓപ്ഷൻ സി ട്രക്കിയ. ജീവികളും അതുപോലെ തന്നെ അവിടെ ഹൃദയാറകളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. പാറ്റയുടെ ഏതാണ്? 13 ഹൃദയാറകളാണുള്ളത്. ബി പല്ലിക്ക് 3 അറകളുണ്ട്. സി പക്ഷിക്ക് 4 അറകളുണ്ട്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണിത്? ഓപ്ഷൻ ഡി 2023. സങ്കര ഇനം തക്കാളി അല്ലാത്തത്? ഓപ്ഷൻ ഡി ഹരിത. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഓപ്ഷൻ സി ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് എത്രയാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കാർബൺ 14. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. നിലവിൽ ഡോക്ടർ വി നാരായണനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3 മാത്രമാണ് ശരി. ക്ഷയം, ചിക്കൻ പോക്സ്. സിറോഫ്തൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ എ. കേന്ദ്ര സർക്കാരിനു കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? ഓപ്ഷൻ എ ആണ് ആൻസർ. 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേതാണ്? ഓപ്ഷൻ എ എലിപ്പനി. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മലേറിയ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിക്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഓപ്ഷൻ എ ത്വക്ക്.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ഷയം, ബാക്ടീരിയ, നിപ, വൈറസ്.